തെക്കൻ തമിഴ്നാട് തീരത്തിന് സമീപം ചക്രവാത ചുഴി രൂപപ്പെട്ടതോടെ ഞായറാഴ്ച വരെ കേരളത്തിൽ വ്യാപകമായി മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രത തുടരണമെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ഇന്നുവരെ 42 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. മഴ മുന്നറിയിപ്പ് നൽകുന്നതിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന് പരിമിതികളുണ്ടെന്നും മുഖ്യമന്ത്രി. ഈ മാസം 12 മുതൽ ഇന്ന് വരെ മഴക്കെടുതിയിൽ 42 മരണങ്ങളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത്. 6 പേരെ കണ്ടെത്താനുണ്ട്. ചക്രവാത ചുഴിയുടെ സ്വാധീനത്തിൽ മഴ കനക്കുമെന്ന മുന്നറിയിപ്പുള്ളതിനാൽ അതീവ ജാഗ്രത തുടരണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഒക്ടോബർ 12 മുതൽ 20 വരെ 42 മരണങ്ങൾ വിവിധ ദുരന്തങ്ങളിൽ സംഭവിച്ചു. മഴ മുന്നറിയിപ്പ് നൽകുന്നതിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന് പരിമിതികളുണ്ട്. ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തലല്ല വേണ്ടത്. അവരത് ബോധപൂർവം ചെയ്യുന്നതല്ല. പക്ഷേ ഇന്നത്തെ അവരുടെ സാങ്കേതിക വിദ്യയുടെ വളർച്ചയുടെ ഭാഗമായി അത്രത്തോളമേ എത്താൻ കഴിയുന്നുള്ളൂ എന്നാണ് അതിൻ്റെ ഒരു പരിമിതിയായിട്ട് കാണേണ്ടത്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകാനുള്ള നടപടികൾ വേഗത്തിലാക്കിയിട്ടുണ്ട്. കിടപ്പാടമടക്കം നഷ്ടപ്പെട്ടവർക്ക് ഉചിതമായ സഹായം നൽകും. ക്യാമ്പുകളിൽ കോവിഡ് പടരാതിരിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴ ഉണ്ടായേക്കും. 5 ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട്. സംസ്ഥാനത്ത് 24 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. 26-ാം തീയതിയോടെ കാലവർഷം പിൻവാങ്ങിയേക്കും. അന്ന് തന്നെ തുലാവർഷത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനവും നടത്തിയേക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. കണ്ണൂർ ഇരിട്ടിയിൽ പുഴയിലെ ഒഴുക്കിൽപ്പെട്ടയാൾ മരിച്ചു. ഇരിട്ടി സ്വദേശി ഗണേശനാണ് മരിച്ചത്. ഫയർഫോഴ്സും പോലീസും ചേർന്ന് മൃതദേഹം കരക്കെത്തിച്ചു. മനു ഭരത് ചേരുന്നു. മനു, എങ്ങനെയാണ് ഇദ്ദേഹം അപകടത്തിൽപ്പെട്ടത്? മറ്റു വിവരങ്ങൾ. എങ്ങനെയാണ് അപകടത്തിൽപ്പെട്ടത് എന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തമായ ചിത്രം ഇല്ല. ഇദ്ദേഹത്തിന്റെ മൃതദേഹം ഒഴുകി വരുന്നത് നാട്ടുകാരും പ്രദേശവാസികളുമൊക്കെ കണ്ടതിനെ തുടർന്നാണ് വിളിച്ചു പറയുകയായിരുന്നു. അങ്ങനെയാണ് ഫയർഫോഴ്സും പോലീസും വിവരം അറിഞ്ഞത്. പിന്നീട് നാട്ടുകാരുടെ സഹായത്തോടുകൂടി പോലീസും ഫയർഫോഴ്സും ചേർന്ന് ഈ മൃതദേഹം ഇരിട്ടിപ്പുഴയിൽ നിന്ന് കരയിലേക്ക് അടുപ്പിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇത് അവിടുത്തെ ഒരു ടാപ്പിംഗ് ജോലികളൊക്കെ ചെയ്യുന്ന ഗണേശൻ ഒരു വ്യക്തിയാണ് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് ഇയാൾ ഒഴുക്കിൽപ്പെട്ടത്? ഈ അബദ്ധവശാൽ പുഴയിൽ വീഴുകയായിരുന്നോ അതോ മറ്റെന്തെങ്കിലും സാഹചര്യമായിരുന്നോ എന്നതിനെ സംബന്ധിച്ചൊരു ചിത്രം വ്യക്തമായിട്ടില്ല. പോലീസ് ഇത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി, നന്ദി മനു. പാലക്കാട് കിഴക്കഞ്ചേരി പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് 70ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഓടന്തോടിൽ ഉരുൾപൊട്ടലുണ്ടായതിനെ തുടർന്ന് 40ഓളം കുടുംബങ്ങളെയാണ് ബന്ധുവീടുകളിലേക്ക് മറ്റും മാറ്റിപ്പാർപ്പിച്ചത്. പ്രദേശത്ത് മരങ്ങൾ വീണ് ഗതാഗതം തടസ്സപ്പെടുകയും വീടുകളിൽ വെള്ളം കയറുകയും ചെയ്തിട്ടുണ്ട്. കിഴക്കഞ്ചേരി പാലക്കുഴി മലവെള്ളപ്പാച്ചിലുണ്ടായതിനെ തുടർന്ന് 16 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചതായി റവന്യൂ അധികൃതർ വ്യക്തമാക്കി. ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങൾ പാലക്കാട് സബ് കളക്ടർ, ആലത്തൂർ തഹസിൽദാർ എന്നിവരുടെ നേതൃത്വത്തിൽ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. മലപ്പുറം പെരിന്തൽമണ്ണ താഴേക്കാട് പഞ്ചായത്തിൽ അരക്കുപറമ്പ് മാട്ടറക്കലിലെ നേരിയ ഉരുൾപൊട്ടലുണ്ടായി. മാട്ടറക്കമുക്കിലെ പറമ്പിന്റെ മുകളിലുള്ള മലങ്കട മല, ബിഡാവുമല മേഖലയിലാണ് ചെറിയ രീതിയിൽ ഉരുൾപൊട്ടലുണ്ടായത്. ആളപായമോ മറ്റനിഷ്ട സംഭവങ്ങളോ ഇല്ല. മേഖലയിൽ നിന്ന് കുടുംബങ്ങളെ നേരത്തെ തന്നെ മാറ്റിയിരുന്നു. കല്ലും മണ്ണും വെള്ളവും ഒഴുകിയിറങ്ങുന്നു. 2019-ലും ബിഡാവുമലയിൽ ഉരുൾപൊട്ടിയിരുന്നു. തൃശൂർ അതിരപ്പിള്ളി വെറ്റിലപ്പാറ ഭാഗത്ത് മഴയുള്ളതിനാൽ ചാലക്കുടിയിൽ ജാഗ്രതാ നിർദ്ദേശം. പെരിങ്ങൽകുത്ത് ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തി. വെള്ളിക്കുളങ്ങര ഇത്തനോളിയിൽ മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും നിരവധി വീടുകളിൽ വെള്ളം കയറി. മുൻകരുതലിന്റെ ഭാഗമായി പ്രദേശത്തെ 11 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ ശക്തമായ മഴയും ഇടിമിന്നലും ഉണ്ടായി. കൊടിയത്തൂർ പഞ്ചായത്ത് 8-ാം വാർഡിൽ മിന്നലേറ്റ് തെങ്ങിന്റെ മുകൾ ഭാഗം തീപിടിച്ചു. മാറുന്നാണ് അവിടെ നിന്ന് എന്തെങ്കിലും കത്തുണ്ട്.
കോട്ടയം കൂട്ടിക്കൽ ഏന്തയാർ കാഞ്ഞിരപ്പള്ളി എരുമേലി ഭാഗങ്ങളിലും ശക്തമായ മഴ. പത്തനംതിട്ടയുടെ കിഴക്കൻ മലയോര മേഖലയിലും മഴ തുടരുകയാണ്. വയനാട്ടിൽ വൈകിട്ട് ആരംഭിച്ച മഴ രാത്രിയോടെ കനത്തു. വൈത്തിരി താലൂക്കിൽ 19 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഇടുക്കി ഡാമിൽ ജലനിരപ്പ് ഉയരുന്നു. 2398.10 അടിയാണ് ഇപ്പോഴത്തെ ജലനിരപ്പ്. ഷട്ടറുകൾ തുറന്നപ്പോൾ 2398.08 ആയിരുന്നു ജലനിരപ്പ്. വൈകിട്ട് 2398.08 അടിയായി താഴ്ന്ന ജലനിരപ്പാണ് വീണ്ടും ഉയർന്നത്. വൃഷ്ടിപ്രദേശത്ത് മഴ തുടരുകയാണ്. ഉരുൾപൊട്ടൽ നടന്ന സ്ഥലങ്ങളെല്ലാം ദിവസങ്ങൾ പിന്നിട്ടിട്ടും ദുരന്ത ഭൂമികളായി അവശേഷിക്കുകയാണ്. കോട്ടയം ഇളങ്കാട് ഭൂമിയുടെ കിടപ്പ് തന്നെ മാറ്റിമറിച്ചാണ് പ്രകൃതിയുടെ സംഹാര താണ്ഡവം. ജീവിതം എങ്ങനെ തുടങ്ങണമെന്നറിയാത്ത മനുഷ്യരാണ് ഇവിടെ കൂടുതലും. സ്വന്തം വീടിനെ നോക്കി ഒരു മനുഷ്യന്റെ നിൽപ്പാണിത്. വെള്ളപ്പാച്ചിലെത്തിയപ്പോൾ മനുഷ്യജീവനുകൾ രക്ഷിക്കാനിറങ്ങി ജീവൻ നഷ്ടമായ ഇളങ്കാട് സ്വദേശി ഷാലറ്റിന്റെ പിതാവ് ബേബിയുടെ നിൽപ്പ്. മകന്റെ മരണത്തെക്കുറിച്ച് ക്യാമറയ്ക്ക് മുന്നിൽ ഒന്നും പറയാനാകുന്ന അവസ്ഥയിലായിരുന്നില്ല ബേബി. ഇനിയും പണിതീരാത്ത വീടിന് മുന്നിൽ മകന്റെ ഓർമ്മയിലാണ് ഈ മനുഷ്യൻ. ആൾക്കാരെ ആദ്യം പോയ വീടുകളിലുള്ളവരെ രക്ഷിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അവസാനം മരണപ്പെടാൻ ഇടയായത്. ആ ആളിന് രക്ഷപ്പെടാൻ സാധിച്ചില്ല. ഇതെല്ലാം വീടും ഓരോരുത്തരുടെ മുറ്റും പരിസരമൊക്കെ ആയിരുന്നു ഈ കാണുന്നത്. എനിക്കൊരു 47 വർഷത്തെ പഴക്കം ഇവിടെ ഉണ്ട്. പക്ഷേ എൻ്റെ ഓർമ്മയ്ക്കും പിന്നെ 90 വയസ്സുള്ള കുട്ടികൾ ഇന്നലെ പറഞ്ഞു അവരുടെ ഒന്നും ഇതുവരെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഇവിടെ ഇങ്ങനെ ഒരു പുഴ ഉണ്ടായിരുന്നില്ല. ഒരു ഉരുൾപൊട്ടലാണ് ഇവിടുത്തെ പ്രകൃതിയെയും ജനജീവിതത്തെയും മാറ്റിമറിച്ചത്. ഉരുൾപൊട്ടൽ പുതിയ പുഴകൾ സൃഷ്ടിച്ചു. 2 കരകളുണ്ടായി. ഒറ്റപ്പെട്ടവർക്ക് ഇനി പാലം വേണം. ഇമ്മാനുൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. ഉരുൾപൊട്ടൽ ജീവനുകൾ കവർന്നെടുത്ത കൂട്ടിക്കൽ നിവാസികൾക്ക് ആശങ്കയൊഴിയുന്നില്ല. പരിസ്ഥിതി ലോല മേഖലയിൽ പാറമടകൾ പാടില്ല എന്ന നിയമമാണ് ഇവിടെ കാറ്റിൽ പറത്തിയത്. 21 പേരാണ് 5 കിലോമീറ്റർ ചുറ്റളവിൽ ഇത്തവണ ദുരന്തത്തിനിരയായത്. കൂട്ടിക്കലിൽ എന്തുകൊണ്ട് ഇത്രയധികം ഉരുൾപൊട്ടി? എങ്ങനെ ഇത്രയധികം മനുഷ്യജീവനുകൾ ഇല്ലാതായി? ദുരിതബാധിതർക്ക് കൃത്യമായ ഉത്തരമുണ്ട്. 2018 മുതൽ ഞങ്ങൾ പറയുന്നുണ്ട്, കവളപ്പാറയിലും പുത്തുമലയിലൊക്കെ ഉണ്ടായ ഒരു ദുരന്തം ഇവിടെ ഉണ്ടാകും, ഞങ്ങളുടെ സഹോദരങ്ങളൊക്കെ മരണപ്പെടും, ഞങ്ങൾ മരണപ്പെട്ടു പോകും, അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു നടപടി എടുക്കണം, പരിസ്ഥിതി ദുർബല പ്രദേശമാണ് എന്നൊക്കെ പറഞ്ഞു. അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു പോയതല്ല, ഒരു പരിഹാരം ഉണ്ടായില്ല. പിന്നെ ഈ വെടിവെച്ച് കഴിയുമ്പോൾ ആ മലപ്രദേശങ്ങളിലെല്ലാം ഞടുക്കമുണ്ട്, അപ്പോൾ ഈ കുലുക്കം വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇവിടെ ഈ മണ്ണിളകി, പിന്നെ അവിടെയൊക്കെ ഉറപ്പില്ലാത്ത മണ്ണാണ്. അവിടെയോട്ട് മഴയും കൂടെ പെയ്ത് ഈ കുലുക്കവും കൂടെ വന്നു കഴിയുമ്പം വെള്ളം ഇറങ്ങുമ്പം ഈ മഴ വന്നേ പിന്നെ ഇതുപോലെ ഉരുളിൻ്റെ പ്രശ്നം ഇവിടെ. കൂട്ടിക്കലിലും കൊക്കയാർ പൂവഞ്ചി പ്രദേശത്തുമായി 5 പാറമടകളാണ് പ്രവർത്തിക്കുന്നത്. 10 കിലോമീറ്റർ പരിധിയിൽ വൻതോതിൽ പാറഖനനവും. ഇത്തവണ ഉണ്ടാകാൻ കാര്യം എന്തായാലും ഈ പാറമടകൾ, അമിതമായ പാറകൾ പൊട്ടിച്ച് ഇവിടുന്ന് 100-300 ലോഡാണ് കടത്തിക്കൊണ്ട് പോകുന്നത്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ്, ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് ഇവിടെ നിലവിലുള്ള പ്രശ്നങ്ങൾ. ഇത് മാറാതെ കൊണ്ട് ഇവിടെ ശരിയാകത്തില്ല. ഈ തവണ ഉരുള ഈ പ്രദേശത്ത് മാത്രം കൂട്ടിക്കൽ പഞ്ചായത്ത് ഇടുക്കി ഈ കൊക്കയാറ് ഭാഗത്ത് മാത്രം 20 ഉരുളോളം വന്നു പോയിട്ടുണ്ട്. ഈ പാറ പൊട്ടിക്കുന്നതിൻ്റെ ഏറ്റവും മെയിനായ കാരണം ഇത് മാത്രമാണ്. വല്യന്തയിൽ പാറമടയ്ക്ക് സമീപമുണ്ടായ ഉരുൾപൊട്ടലിലാണ് സിസിലി എന്ന വീട്ടമ്മയ്ക്ക് ജീവൻ നഷ്ടമായത്. ആളപായം ചിലയിടത്ത് മാത്രമാണ് ഉണ്ടായതെങ്കിലും 30 സ്ഥലത്തെങ്കിലും ഈ മേഖലയിൽ ഉരുൾപൊട്ടിയിട്ടുണ്ട്. ജീവനുകൾക്ക് ഭീഷണിയായി തന്നെ ഈ മേഖലയിൽ പാറമടകൾ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. എന്നിട്ടും എന്തുകൊണ്ടാണ് പഞ്ചായത്തും സർക്കാരും ഇത് തടയാത്തത്?
ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 മുണ്ടക്കയം. മഴക്കെടുതിയിൽ ജീവൻ നഷ്ടമായവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച നിയമസഭ. ദുഃഖത്തിലായ കുടുംബങ്ങളെ സർക്കാർ ഒരിക്കലും കൈവിടില്ലെന്ന് മുഖ്യമന്ത്രി. സർക്കാരിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച പ്രതിപക്ഷം കാലാവസ്ഥാ മുന്നറിയിപ്പ് സംവിധാനങ്ങളിലെ പോരായ്മ പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടു. തിങ്കളാഴ്ച നിയമസഭ വീണ്ടും ചേരും. കേരളത്തിലുണ്ടായ അപ്രതീക്ഷിതമായ പേമാരിയിലും ഉരുൾപൊട്ടലിലും മരണമടഞ്ഞവർക്ക് കേരള നിയമസഭ ആദരാഞ്ജലി അർപ്പിക്കുന്നു. മരിച്ചവരുടെ ആശ്രിതരുടെയും ബന്ധുക്കളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു. മഴക്കെടുതി സമാനതകളില്ലാത്ത ദുഃഖമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒറ്റക്കെട്ടായി നിന്ന് ദുരന്തത്തെ അതിജീവിക്കണം. ആ കുടുംബങ്ങളുടെ തീരാ ദുഃഖം കേരളത്തിന്റെ ആകെ തീരാ ദുഃഖമാണ്. വിങ്ങുന്ന ഹൃദയവുമായി സഭ ഈ ദുഃഖം പങ്കിടുകയാണ്. ദുഃഖത്തിലായ കുടുംബങ്ങളെ സർക്കാർ ഒരിക്കലും കൈവിടില്ല എന്ന് അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് തന്നെ ആവർത്തിച്ചറിയിക്കുകയാണ്. സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നില്ല, എന്നാൽ മുന്നറിയിപ്പ് സംവിധാനങ്ങളിലെ പോരായ്മ പരിശോധിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. മുന്നറിയിപ്പ് നൽകുന്നതിനുള്ള സംവിധാനത്തിന് എന്തെങ്കിലും പോരായ്മകളുണ്ടോ എന്നുള്ളത് ഗവൺമെന്റ് തീർച്ചയായും പരിശോധിക്കണം എന്നീ സന്ദർഭത്തിൽ സൂചിപ്പിക്കണം. അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ തുടങ്ങാൻ വൈകിയോ ദുരന്ത നിവാരണ സംവിധാനത്തിന് എന്തെങ്കിലും പോരായ്മകളുണ്ടോ ഇതും പരിശോധന വിധേയമാക്കണം. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ MLA-മാർക്ക് സൗകര്യമൊരുക്കാനാണ് ഇന്നത്തെയും നാളത്തെയും സഭാ നടപടികൾ ഒഴിവാക്കിയത്. ഇത് 28, 29 തീയതികളിലേക്ക് പുനഃക്രമീകരിച്ചു. 52 MLA-മാരാണ് ഇന്ന് സഭയിലെത്തിയത്. 15 പേരുടെ കോറമാണ് സഭ ചേരാൻ ആവശ്യം. പ്രകൃതി ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരോടുള്ള ആദരസൂചകമായി നമുക്ക് അല്പസമയം എഴുന്നേറ്റ് നിൽക്കാം. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനം നേരിടുന്ന മഴക്കെടുതി പരിഗണിച്ച് വായ്പകൾക്ക് ഡിസംബർ 31 വരെ മൊറട്ടോറിയം നീട്ടി നൽകണമെന്ന് ബാങ്കേഴ്സ് സമിതിയോട് ആവശ്യപ്പെടാൻ മന്ത്രിസഭാ തീരുമാനം. കാർഷിക വിദ്യാഭ്യാസ വായ്പകൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് തിരിച്ചടവിന് കൂടുതൽ സമയം നൽകണം. ഇക്കാര്യം സഹകരണ ബാങ്കുകളോടും സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ധനകാര്യ സ്ഥാപനങ്ങളോടും നിർദ്ദേശിക്കും. കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. പൊന്നാനിയിൽ നിന്ന് കാണാതായ മുക്കാടി സ്വദേശി മുഹമ്മദ് അലിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ബേപ്പൂർ ഉൾക്കടലിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹം ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. ഒരാഴ്ച മുൻപാണ് മുഹമ്മദ് അലി ഉൾപ്പെടെ 3 മത്സ്യത്തൊഴിലാളികളെ കാണാതായത്. കാണാതായവരിൽ 2 പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. വയനാട് നെന്മേനി മടക്കരയിൽ കനത്ത മഴയിൽ തോട്ടിൽ വീണ യുവാവിനെ കാണാതായി. മഴക്കര പാമ്പുംകുനി കോളനിയിലെ വിനോദിനെയാണ് കാണാതായത്. 9 മണിയോടെ കനത്ത മഴയിൽ ഇയാൾ തോട്ടിൽ വീണതായാണ് സൂചന. ഫയർഫോഴ്സും നാട്ടുകാരും പോലീസും തെരച്ചിൽ നടത്തുന്നു. നെന്മേനി മടക്കരയിലാണ് സംഭവമുണ്ടായത്. തോട്ടിൽ വീണതാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. യുവാവിനു വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക്. പ്രതിപക്ഷത്തിനെതിരെ വിമർശനവുമായി മുഖ്യമന്ത്രി. ഞങ്ങൾ എന്ത് ചെയ്താലും വിമർശിക്കണമെന്ന സമീപനമാണ് പ്രതിപക്ഷത്തിന്. അതിന്റെ ഭാഗമാണ് നിയമസഭയിലെ വിമർശനം. കുറവ് ചൂണ്ടിക്കാട്ടിയാൽ അംഗീകരിക്കാം, എന്നാൽ പ്രതിപക്ഷം കാടടച്ച് വെടിവെക്കുകയാണെന്നും മുഖ്യമന്ത്രി. ചെറിയാൻ ഫിലിപ്പിന്റെ വിമർശനം എന്തടിസ്ഥാനത്തിലാണെന്ന് അറിയില്ലെന്ന് മുഖ്യമന്ത്രി. ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഓരോ ദുരന്തങ്ങളും പാഠമാക്കി തുടർ നടപടികൾ സ്വീകരിക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും മുഖ്യമന്ത്രി. ഉത്തരാഖണ്ഡിൽ കനത്ത മഴയിലും പ്രളയത്തിലും മരിച്ചവരുടെ എണ്ണം 47ആയി. നിരവധി പേരെ കണ്ടെത്താനുള്ളതിനാൽ മരണസംഖ്യ ഉയർന്നേക്കും. മഴയ്ക്കിന്ന് നേരിയ ശമനമുണ്ടായതോടെ പലയിടത്തും വെള്ളക്കെട്ടൊഴിഞ്ഞു. കുടുങ്ങിക്കിടക്കുന്ന വിനോദസഞ്ചാരികളെയും തീർത്ഥാടകരെയും രക്ഷപ്പെടുത്താനുള്ള വ്യോമസേനയുടെ ശ്രമം പുരോഗമിക്കുകയാണ്. അതേസമയം മോശം കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തെ തടസ്സമാകുന്നുണ്ട്. നൈനിറ്റാൾ ജില്ല പൂർണ്ണമായും ഒറ്റപ്പെട്ടു. KPCC പുനഃസംഘടനയിൽ ഹൈക്കമാൻഡിനെ നേരിൽ കണ്ട് അതൃപ്തി അറിയിച്ച് രമേശ് ചെന്നിത്തല. പട്ടികയിൽ അവസാനവട്ട ചർച്ച നടത്തിയില്ലെന്നാണ് പരാതി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനാൽ പുനഃസംഘടന വേണോ എന്ന് ആലോചിക്കണമെന്നും ഹൈക്കമാൻഡിനോട് ചെന്നിത്തല ആവശ്യപ്പെട്ടു. കണ്ണൂർ തളിപ്പറമ്പിൽ CPM നേതൃത്വത്തിനെതിരെ അണികളുടെ പ്രകടനം. തളിപ്പറമ്പിൽ CPM നോർത്ത് ലോക്കൽ നേതൃത്വത്തിനെതിരെയാണ് പ്രകടനം.
മാന്തംകുണ്ട് സഖാക്കൾ എന്ന പേരിലാണ് പ്രകടനം നടത്തിയത്. മനു ഭരത്ത് ചേരുന്നു. മനു, എന്താണിത്? നേതൃത്വത്തിനെതിരെയോ പ്രവർത്തകർ? അവിടുത്തെ ലോക്കൽ സമ്മേളനത്തിലാണ് ഇത്തരത്തിലൊരു വിഭാഗീയത ഉടലെടുത്തത്. തളിപ്പറമ്പിൽ നോർത്ത് ലോക്കലിലാണ് ഈ പ്രശ്നങ്ങൾ വന്നത്. അവിടെ രണ്ട് വിഭാഗങ്ങളായാണ് ഇപ്പോൾ പ്രവർത്തകർ പിരിഞ്ഞിരിക്കുന്നത്. പുല്ലായിക്കുടി ചന്ദ്രൻ, കോമത്ത് മുരളീധരൻ എന്നീ രണ്ട് പ്രാദേശിക നേതാക്കളുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗീയ പ്രവർത്തനങ്ങൾ അഭിപ്രായ ഭിന്നത രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണ് തളിപ്പറമ്പിൽ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഇതിനെ തുടർന്ന് അവിടെ ചില പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഈ പുല്ലായിക്കുടി ചന്ദ്രൻ നേരത്തെ CPIയിൽ നിന്ന് ആണ് CPMലേക്ക് എത്തിയത്. അപ്പോൾ CPI എടുത്ത നടപടികൾ CPM എടുക്കാൻ തയ്യാറാകുമോ തുടങ്ങിയ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും അതുപോലെ ഈ ഹോച്ചിങ് മിന്നിന്റെ വചനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചില പോസ്റ്ററുകളും ഇദ്ദേഹത്തിനെതിരെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതിന്റെ ഒരു തുടർച്ചയായാണ് ഇന്ന് പ്രകടനം നടക്കുന്നത്. വലിയ അഭിപ്രായ ഭിന്നത അവിടെ നിലനിൽക്കുന്നു എന്ന് ആണ് ഇപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. വരും ദിവസങ്ങളിൽ CPM ജില്ലാ നേതൃത്വത്തിന് ഇത് വലിയ തലവേദന സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ശരി, നന്ദി മനു. മാധ്യമപ്രവർത്തകൻ പ്രിൻസ് പാങ്ങാടന്റെ ആദ്യ കഥാസമാഹാരം 16ാമത്തെ കിണർ പ്രകാശനം ചെയ്തു. കൃഷിമന്ത്രി P. പ്രസാദാണ് പ്രകാശനം ചെയ്തത്. തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ എഴുത്തുകാരൻ GR ഇന്ദുഗോപന് നൽകിയാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. സൈന്ധവ ബുക്സ് ആണ് പ്രസാധകർ. സ്പോർട്സ്. 2020 ലോകകപ്പിന് മുന്നോടിയായുള്ള രണ്ടാം സന്നാഹ മത്സരത്തിലും ഇന്ത്യക്ക് ജയം. ഇന്ത്യ ഓസ്ട്രേലിയ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തി. 153 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ 13 പന്ത് ശേഷിക്കെ 2 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു. രോഹിത് ശർമ്മ 60ഉം KL രാഹുൽ 39ഉം സൂര്യകുമാർ യാദവ് 38ഉം റൺസ് എടുത്തു. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ 5 വിക്കറ്റ് നഷ്ടത്തിൽ 152 റൺസ് എടുത്തു. സ്റ്റീവ് സ്മിത്ത് 57ഉം സ്റ്റോയിനിസ് 41, മാക്സ്വെൽ 37ഉം റൺസ് എടുത്തു. VS അച്യുതാനന്ദന് ഇന്ന് 98ാം പിറന്നാൾ. പതിവ് പോലെ ഇത്തവണയും വലിയ ആഘോഷങ്ങളില്ല. ആരവങ്ങളില്ലെങ്കിലും ആ ദ്വയാക്ഷരം ഇന്നും അണികൾക്കും ആരാധകർക്കും ആവേശമാണ്. മുഖ്യമന്ത്രിയും ഗവർണറും VSന് ജന്മദിനാശംസകൾ നേർന്നു. ഈ റിപ്പോർട്ടോടെ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം. പ്രായം VS എന്ന മനുഷ്യനെ വിശ്രമ ജീവിതത്തിന് നിർബന്ധിതനാക്കിയിരിക്കാം. എന്നാൽ ആ പോരാളിയെ നിശബ്ദനാക്കാനാകില്ല. ഇത് VS എന്ന രാഷ്ട്രീയ നേതാവിൽ അണികൾക്കുള്ള വിശ്വാസമാണ്, അവരുടെ ആവേശമാണ്. നീട്ടിക്കുറുക്കിയുള്ള പ്രസംഗം, നിലപാടുകളിലെ സ്ഥൈര്യം. വീഴ്ചകളിൽ നിന്നുള്ള അവിശ്വസനീയ ഉയർപ്പ്, ഇതൊക്കെയാണ് VSനെ കേരള രാഷ്ട്രീയത്തിലെ അതികായനാക്കിയത്. ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് വേദവാക്യമായിട്ട് കരുതി ഒരു ദിവസം പോലും വന്ന് ഈ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ നമ്മുടെ ഗവൺമെന്റിനോ മന്ത്രിമാർക്കോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. CPMന്റെ സ്ഥാപക നേതാവ്. വെല്ലുവിളിച്ചും വഴങ്ങിയും VS എന്നും പാർട്ടിയിലെ വ്യത്യസ്ത ശബ്ദമായി. തിരുത്തലുകൾ വേണ്ടപ്പോഴൊക്കെ അണികളും പൊതുജനവും ഇന്നും മനസ്സുകൊണ്ട് ഉറ്റുനോക്കുന്നത് VSനെയാണ്. സജീവ രാഷ്ട്രീയത്തിൽ VS അപ്രസക്തനായെന്നത് അണികൾക്കിനിയും ഉൾക്കൊള്ളാനാകാത്ത യാഥാർത്ഥ്യം. തലനരക്കുകയല്ല എന്റെ വൃദ്ധത്വം, തലനരക്കാത്തതല്ല എന്റെ യുവത്വവും. 2001-ൽ പ്രതിപക്ഷ നേതാവായതിനു ശേഷമാണ് VSന്റെ പിറന്നാളും പൊതുകാര്യമാകുന്നത്. അന്ന് തുടങ്ങിയ പിറന്നാൾ കാഴ്ചകളൊന്നും ഇത്തവണയില്ല. കഴിഞ്ഞ വർഷങ്ങളെ പോലെ വീട്ടിലെ കേക്ക് മുറിക്കലിൽ ചുരുക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ഡോക്ടർമാരുടെ നിർദ്ദേശവും കോവിഡ് മാനദണ്ഡങ്ങളും കണക്കിലെടുത്താണ് ഇത്തവണയും അതിഥികളെ ഒഴിവാക്കുന്നത്. ജനനേതാവിന് പിറന്നാൾ ആശംസകൾ.
ന്യൂസ് 18 തിരുവനന്തപുരം.